പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് ബീൻ അറൌണ്ട് മോർ ദാൻ 2.5 months. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം 2-3 മാസം. ഫ്രം ഹിയർ ആഫ്റ്റർ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പേജിലൂടെ അവതരിപ്പിക്കുന്ന ഏതൊരു കാര്യവും അത് എൻ്റെ വ്യൂസ് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഫൈൻഡിങ്സ്, വിഷൻ, ഇതൊക്കെ ആയിരിക്കും ഞാൻ ഇതിലൂടെ ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ ഫൈൻഡിങ്സ് എല്ലാം ശരിയാവണമെന്നില്ല, ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ദർ മൈറ്റ് ബി സംതിങ് എന്താണ് അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ആ പെർസ്പെക്റ്റീവ് മാറ്റമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ നിലകൊള്ളുന്ന പല പ്രശ്നങ്ങളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സൂപ്പർസ്റ്റിഷ്യസ് പവറുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ അയൺമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ കരുതും എന്ന് പറയുമ്പം ചിന്തിക്കാൻ ശേഷിയുള്ള, വിവേകമുള്ള, ബുദ്ധിയുള്ള, ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അങ്ങനെ തോന്നും, അവർക്ക് തോന്നും. എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റും ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, പിന്നെ ഈ റേപ്പ്, അബ്യൂസ്, ഈ ജെൻഡർ ബേസ്ഡ് വയലൻസ്, പിന്നെ ടെററിസം, പിന്നെ പൊളിറ്റിക്സ്, പിന്നെ ഈ മേജർ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, പിന്നെന്താ പറയുക, മറ്റുള്ള സോഷ്യൽ കൺഫ്ലിക്ട്സ്, പിന്നെ റിലീജിയസ് ഇഷ്യൂസ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇതിന് ശേഷം ഹിയർ ആഫ്റ്റർ ഞാൻ ഓരോ കാര്യത്തെ പറ്റിയും വളരെ ഡീപ്പായിട്ട് ഞാൻ നിങ്ങളുടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഞാനൊരു ദേശീയവാദി, പ്രൗഡ് നാഷണലിസ്റ്റ്. വെൻ കംസ് ടു മൈ നേഷൻ, എനിക്ക് എൻ്റെ രാജ്യം, എൻ്റെ രാഷ്ട്രം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തുള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷികളെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അത് ഇന്ന് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. എൻ്റെ നിലപാടുകൾക്ക് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ അവരെ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെയും പ്രതിനിധിയോ ഒന്നുമല്ല. അപ്പോൾ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി എപ്പോഴാണ് ഇത് നിങ്ങൾക്കൊരു വൺ സൈഡഡ് ആയിട്ട് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങൾ ഛർദ്ദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദഹിക്കാതെ വരുമ്പോഴാണ് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നിങ്ങൾ എന്നെ തള്ളുന്നത്. ഇവൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, ഇവൻ ഇന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ തള്ളി മാറ്റുന്നത് അന്നായിരിക്കും. ഞാൻ പൊതുവേ എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, മുൻകാല വീഡിയോസ്, അതായത് ആ ഒരു ടാക്സി ഡ്രൈവിംഗ് വ്ളോഗൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും വിയേർഡായിട്ട് തോന്നിയേക്കാം. ഞാൻ അവതരിപ്പിക്കുന്ന രീതി പലപ്പോഴും പലരില്ല. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് അത് ട്രിഗർ ആവുന്നുണ്ടെന്നുള്ളത് മാത്രമാണ്. പിന്നെ എല്ലാം ലൈഫിൽ എല്ലാം ഒരു ടാക്ടിക്സ് ആണല്ലോ, നമുക്ക് നിലനിന്ന് പോകാനുള്ള ടാക്ടിക്സ് ആണ്. അപ്പോൾ നമ്മളെ ഹിന്ദു പുരാണത്തിൽ ഇതിലെ ഒരു കലിയുഗം എന്നുള്ളൊരു കൺസെപ്റ്റ്, കലിയുഗം. അപ്പോൾ ഞാൻ നിലവിൽ നമ്മുടെ സാഹചര്യം, നമ്മുടെ ലോകം എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തെ ഞാൻ ശരിക്കും കലിയുഗമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതിന് പൂർണ്ണമായും സാദൃശ്യമുള്ള ഒരു കാലഘട്ടം, അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ലോകമെമ്പാടും ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ പട്ടാപ്പകൽ പിന്നെ നഗരമധ്യേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും പുച്ഛമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പരിഹാസത്തോടെയാണ് കാണുക. അത് നമ്മുടെ രണ്ടുപേരുടെയും തോട്ട്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ വേറെ ഏതോ, ഞാൻ വേറെ ഏതോ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ രാഷ്ട്രബോധവും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പൗരബോധവും ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, അത് വെദർ ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ്, റിലീജിയൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തീവ്രവാദത്തെ സംബന്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടും, അല്ലെങ്കിൽ ഈവൻ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിനോട് അംഗീകരിച്ച് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ ഞാൻ എന്തായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ, വ്യൂസ് ഉണ്ടാവും. അവർ ഈ പറഞ്ഞ ആൾക്കാർ എന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പ്രതിനിധിയായിട്ട് കണ്ടിട്ടോ, അല്ലെങ്കിൽ എന്നെ മാനസികമായി പിരിമുറുക്കം വരുത്തിച്ച് എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് ചെയ്യുക. ഇപ്പം ഞാനിപ്പം ഒരു മതപരമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റ് ആയിരിക്കട്ടെ, ആ ഒരു ഫാക്റ്റ് ഞാൻ അവതരിപ്പിച്ചാൽ പോലും അതിൽ ട്രിഗർഡായിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും സമൂഹത്തിന് മുന്നിൽ. അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രസ്താവന അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറയുമ്പോൾ അതിനെ ആൾക്കാർ ചെയ്യുന്ന രീതി എന്തായിരിക്കും? ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് നടത്തുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ക്രിമിനൽ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ നഗരങ്ങളിലാണ് നടക്കുന്നത്. നഗരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഹൈടെക് കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു ഇടത്തരം കുറ്റകൃത്യങ്ങളും, നഗരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈടെക് കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത്. അത് മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ മോഷണങ്ങളോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഴിമതി, കറപ്ഷൻ എന്നും ആയിക്കോട്ടെ, ഇതെല്ലാം നോക്കുമ്പം നഗരവും ഈ പറഞ്ഞ റൂറൽ ഏരിയാസും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസമാണ്. നടക്കുന്ന ഈ അനീതികളുടെ വ്യത്യാസമാണ്. അപ്പോൾ
ഞാൻ എറണാകുളത്തുള്ള സമയത്ത് ഞാൻ ഈ എപ്പോഴും ഈ രാത്രിയും പകലൊക്കെ ഞാനിങ്ങനെ വെറുതെ ന്യൂസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ന്യൂസിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മകൻ അമ്മയെ പീഡിപ്പിച്ചു, മകൻ സഹോദരിയെ പീഡിപ്പിച്ചു, മകൻ സഹോദരിക്ക് ലഹരി നൽകി പീഡിപ്പിച്ചു, പിന്നെ അച്ഛൻ മകനെ കുത്തിക്കൊന്നു, മകൻ അച്ഛനെ കുത്തിക്കൊന്നു, ക്ലാസ് മുറിയിൽ അധ്യാപകൻ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥി അധ്യാപകനെ ബോംബ് വെച്ച് പൊട്ടിച്ചു. ഇന്നലെ പോലും നമ്മുടെ വയനാട്ടിൽ നടന്ന ഒരു പോക്സോ ആണോ അല്ലെങ്കിൽ സാധാരണ ഒരു പീഡന കേസാണോ ബലാത്സംഗ കേസാണോ എനിക്കറിയില്ല, ഓർമ്മയില്ല. ബട്ട് ആ ഒരു കേസിന് ആസ്പദമായിട്ട് പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ പോലും ആ ഒരു വ്യക്തിമിനെ ഇരയെ വളരെ മോശമായിട്ടാണ് എന്ത് ചെയ്തത്, അവർ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത്. ഈ പണത്തിന്റെ പേരിൽ പോലും, വൈരാഗ്യത്തിന്റെ പേരിൽ പോലും മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു കാലം. ചെറിയ 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ പോലും പീഡിപ്പിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ എറണാകുളത്തുള്ള സമയത്തും എറണാകുളം ബാംഗ്ലൂരൊക്കെയുള്ള സമയത്ത് പല കാര്യങ്ങൾ, നിത്യസംഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലുവ പുളിഞ്ചോട് ഭാഗത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ചെറിയൊരു കുട്ടി, 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ഈ ബംഗാളി, ഏതൊരു ബംഗാളി എന്ന് പറയുന്ന, പൊതുവെ നമ്മൾ ബംഗാളികൾ എന്നാണല്ലോ പറയുന്നത്, അതേപോലെ ഏതൊരു നോർത്ത് ഇന്ത്യൻ യുവാവ് അതിക്രൂരമായി പീഡിപ്പിച്ച് ചെളിയിൽ താഴ്ത്തി വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളുടെയും അല്ലെങ്കിൽ തെളിവെടുപ്പിന്റെ സമയത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പല കാഴ്ചകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ ഭാര്യ, ഇവരാരെങ്കിലും സ്കൂൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലേക്കോ രാവിലെ എണീച്ച് പോകുന്ന സമയത്ത് ഓൺ ദ വേ യാത്രാമധ്യേ ഏതെങ്കിലും ഒരു വ്യക്തി ഇവരെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ഉറപ്പുമില്ല. ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സഹോദരിയോ ഭാര്യയോ അല്ല അമ്മയോ അച്ഛനോ അല്ല നിങ്ങൾ വൈകിട്ട് നിങ്ങളുടെ വീട്ടിലോട് തിരിച്ചെത്തുന്നതിന് യാതൊരു ഉറപ്പുമില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിത്യേന ഈ ക്രൂരകൃത്യങ്ങൾ അത്രയധികം പെറ്റുപെരുകിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷിയിലെ പ്രമുഖന്മാർക്കോ ഇവർക്കൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇപ്പം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം മാർച്ച് എപ്പോഴാണ് തീയതി എനിക്കറിയില്ല, ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് പോലും ഈ പ്രചരണത്തിനായിട്ട് ആൾക്കാർ ഇങ്ങനെ ഘോരം കൊട്ടി ഘോഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങൾക്ക് ഈ പറഞ്ഞ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ, അല്ല ഇനി തിരഞ്ഞെടുത്ത് വരാൻ പോകുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈയിട്ട് വരാൻ വേണ്ടിയാണോ? കാരണം ഓരോ പ്രചരണത്തിനായിട്ട് ഓരോ കാൻഡിഡേറ്റ്സും ചെലവഴിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ കോടികളായിരിക്കും. അവരുടെ കയ്യിൽ ഇത്രയും കാശ് എങ്ങനെയാണ്? പാർട്ടി സംഭാവനയാണോ? ഇനി പാർട്ടി സംഭാവനയാണെന്നുണ്ടെങ്കിൽ കൂടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് അറിയുന്ന ഏതൊരു പൗരനും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അല്ല നിങ്ങളൊരു നല്ലൊരു ജനപ്രതിനിധി ആകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നല്ലൊരു ജനപ്രതിനിധിക്കുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയവും മതവും എല്ലാം മറന്നുകൊണ്ട് ആൾക്കാർ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും. ശരിയല്ലേ? അതൊക്കെ പറയുമ്പം കുറേ എനിക്ക് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പം അത് ഭിന്നിപ്പിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വോട്ട് മേടിക്കുന്ന ഒരു പരിപാടിയാണ്. അത് മതം പറഞ്ഞിട്ടും ജാതി മതം അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് എന്താണോ അതൊക്കെ പറഞ്ഞുകൊണ്ട് വിഭജിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വോട്ട് മേടിക്കുന്നത്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സമയമാകുമ്പോൾ ഓരോ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടും ഞാൻ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഞാൻ പറയുന്നത്. നമ്മളെ ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒട്ടനവധി സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് തമിഴ്, അതേപോലെ ബോളിവുഡ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ മലയാളം ഫിലിം ഇൻഡസ്ട്രി മാത്രമാണ്. കാരണം ഏറ്റവും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ഉള്ളത് കേരളത്തിലാണ്. അതെനിക്ക് പറയാൻ പറ്റും. അത്രയും അടിപൊളി ഫിലിംസാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ അടുത്ത് പല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ഫിലിം, അങ്ങനെയുള്ള കുറേ ഫിലിംസ് ഉണ്ട്. ക്രൈം ത്രില്ലർ ഫിലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലവിലെ പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്ന സിനിമകളാണോ, ഇനി അതല്ല ഈ മേൽപ്പറഞ്ഞ സിനിമകളെ ഇൻസ്പയർ ചെയ്തിട്ട് അതല്ലെങ്കിൽ മേൽപ്പറഞ്ഞ സിനിമകളെ ഇൻസ്പയർ ചെയ്തിട്ടാണോ ഇവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഇപ്പം ഈ അടുത്ത് മാർക്കോ എന്ന സിനിമ ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ്റെ. പുള്ളിക്കാരൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിമായിരുന്നു, ഒരു പാൻ ഇന്ത്യ ഫിലിമായിരുന്നു. അപ്പോൾ അതിൽ പല രാഷ്ട്രീയപരമായിട്ടും ഈ മതപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു BJP അല്ലെങ്കിൽ RSS സപ്പോർട്ടർ ആണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇഷ്ടംപോലെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ മാർക്കോയുടെ രണ്ടാം പകുതി വേണ്ടെന്ന് വെച്ചു. പോരാത്തതിന് ഈ ഒരു ഫിലിം റിലീസ് ചെയ്ത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്താണ്, അതായത് ആ ഒരു കാലയളവിലാണ് ഈ ഒരു സിനിമയ്ക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ വന്നത്. അതായത് ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് രംഗത്ത് വന്നു. അങ്ങനെയെല്ലാം കൂടെ അത് പൂട്ടേണ്ടി വന്നു. അതായത് ശരിക്കും അത് ഉണ്ണി മുകുന്ദൻ ഒരു വലിയൊരു ബാക്ക് സ്റ്റാബ് കിട്ടി എന്ന് തന്നെ പറയാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും വേണം. അപ്പോൾ അത് ഉണ്ണി മുകുന്ദനെ നിഷേധിച്ചു എന്നേ ഞാൻ പറയുന്നു. കാരണം ഇതിനും വയലൻസ് ഉള്ള മൂവീസ് ഇന്ത്യയിൽ നമ്മൾ റിലീസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
അതെന്തെങ്കിലും അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള ഫിലിംസിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ്, പിന്നെ ഈ റേപ്പ് അല്ലെങ്കിൽ അബ്യൂസ് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാലത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഒരു വൺ സൈഡഡ് ആയിട്ട്, കാരണം ഇന്ന് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടില്ലെന്ന് വെക്കണം. കാരണം ഒത്തിരി ഈ തെറ്റായിട്ടുള്ള പ്രചരണവും അല്ലെങ്കിൽ ഒത്തിരി ഈ പറഞ്ഞ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാകും. ഇപ്പം ഈ സ്ത്രീകൾ, ഈ സ്ത്രീ സംവരണം അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങളെ വെച്ചുകൊണ്ട് അവർ ഈ പുരുഷന്മാരെ പല കേസുകളിലും പെടുത്തുന്നുണ്ട്. അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു കോമഡിയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്നും, അത് ഭരണഘടനയെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ കൂടെ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു കേസ് വരുമ്പോഴും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വഴി തിരിച്ചു വിടാൻ ഇവിടുത്തെ ആൾക്കാർക്ക് കഴിയുന്നുണ്ട്. അതായത് പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ ഏതൊരു കേസിനെയും പണം കൊടുത്ത് വിലക്ക്, എന്തിനേയും പണം കൊടുത്ത് വിലക്ക് മേടിക്കുന്ന ഒരു സമ്പ്രദായം, അത് ഇന്ത്യയുടെ പരമോന്നത്തിൽ നിൽക്കുന്ന ഈ പറഞ്ഞ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജുഡീഷ്യറി സിസ്റ്റം എന്തിനേയും വിലക്ക് വാങ്ങാൻ ഭാഗത്തിലാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ കോൺഫ്ലിക്ട്സ്, ഫൈറ്റ്സ്, ഈ വിവേചനം, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആ വിവേചനത്തിന്റെ ഈ മതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സെക്യുലറിസം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സെക്യുലറിസം, ഈ പറഞ്ഞ മതേതരത്വം, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഈ പറഞ്ഞ മതേതരത്വം വിളമ്പിക്കൊണ്ട് ഭിന്നിപ്പിച്ച് വോട്ട് മേടിക്കുന്നതിന്റെ തിരക്കിലാണ്. ഞാൻ പറയും, ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് പറയും. എൻ്റെ നിലപാട് വളരെ വ്യക്തവും ശുദ്ധമായിരിക്കും, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി മുന്നേ ആയിരുന്നു, ഇപ്പോഴല്ല. നമ്മളെല്ലാവരും പറയും കേരളം സെക്യുലർ ആണ്, നമ്പർ 1 ആണെന്നൊക്കെ. ഒരിക്കലുമല്ല. കേരളം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കപട സ്നേഹികളായിട്ടുള്ള, കപട രാജ്യസ്നേഹികളും ഈ കപട മതേതരത്വം കാണിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ പറയും. ഇവിടുത്തെ രാഷ്ട്രീയ മത സംഘടനകൾ എല്ലാവരും എന്നെ എതിർത്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല. കാരണം ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ വിത്ത് എവിഡൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. തീവ്രവാദം, റിലീജിയസ് തിങ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിങ്സ് എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പച്ചക്ക് ഞാൻ വിത്ത് എവിഡൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കും. ഞാൻ കാര്യം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു, അത് അടിച്ചുപോയതല്ല, അതിൻ്റെ ഹാർഡ് ഡിസ്ക് എൻക്രിപ്റ്റ് ആയിപ്പോയി. അതിൽ കുറേ ഡാറ്റാസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫൈൻഡിങ്സും എൻ്റെ പിന്നെ ദീർഘവീക്ഷണവും ഒക്കെയുള്ള റെക്കോർഡിങ്സും പിന്നെ പല ഫൂട്ടേജസ് എല്ലാം ഉള്ളൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അത് എൻക്രിപ്റ്റ് ആയിപ്പോയി നിർഭാഗ്യവശാൽ. എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒന്നുമില്ല, കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളായിട്ട് അവതരിപ്പിക്കാം. എൻ്റെ ഫോണിൽ ഇപ്പോഴും വെൻ ഇറ്റ് കംസ് ടു ടെററിസം ഐ ഹാവ് ലോട്ട് ഓഫ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്, പിന്നെ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഈ പറഞ്ഞ പ്രസ്താവനകളുടെയും മറ്റ് പല സംഗതികളുടെയും ഫൂട്ടേജസ് എവിഡൻസ് എൻ്റെ ബുക്കിലുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു ചോദിക്കും. ഇതാണോ നിങ്ങൾ പറഞ്ഞ മതേതരത്വം? ഇതാണോ നിങ്ങൾ പറഞ്ഞ ജനാധിപത്യം? ഇതാണോ നിങ്ങൾ പറഞ്ഞ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ചോദിക്കും നിങ്ങളുടെ മുന്നിൽ. ഞാൻ ചോദിക്കും. ഇത് ഈ പറഞ്ഞ ഈ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ ന്യൂസ് ചാനലുകൾ കാണുന്ന ഇമ്രാൻ ഹാഷ്മി അല്ല, അയാളുടെ പേരെന്താ എനിക്കറിയില്ല, അതേപോലെ ശ്രീകണ്ഠൻ നായരോ അല്ലെ സുജയ പാർവതിയോ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെ ഈ കട്ടി ഭാഷയിൽ ഈ തഗ് ഡയലോഗ് അടിച്ച് ഈ ഹൈപ്പ് കയറ്റുന്ന സംസാരം കാണിച്ചിട്ട് നിങ്ങളുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി മുന്നോട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ, വാസ്തവം എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ തന്നെ ആലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞാൻ മുന്നേ എങ്ങനെയായിരുന്നു എന്നും ഇന്ന് ഞാൻ എങ്ങനെയാണെന്നും. കാരണം ഒരു കാലത്ത് അടിച്ചു പൊളിച്ച് തോന്നിയതുപോലെ നടന്നൊരുത്തരാണ് ഞാൻ. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു കാലത്ത് ഈ സണ്ണി ലിയോൺ ആരാണ്? ഫോൺ ഇൻഡസ്ട്രിയിൽ ഒരു ആക്ട്രസ്സാണ്. അവർ കുറച്ച് കാലം കഴിയുമ്പം പിന്നെ ഇന്നേ മതം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സന്യാസത്തിലേക്ക് നീങ്ങുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതേപോലെ തന്നെയാണ് ഒരു കാലത്ത് ഞാൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ 2026 ഇന്ന് എൻ്റെ ചിന്താഗതിയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ നിലപാടുകളും ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. അപ്പം ഞാനിത് ചുമ്മാ ഇറങ്ങി തിരിച്ചൊരു ആളല്ല. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണം, ഞാനത് അവതരിപ്പിക്കുകയും ചെയ്യും. അതായത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത് എൻ്റെ ടാക്സി ഡ്രൈവിംഗ് ബ്ലോഗുകൾക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നോർത്ത് ഈസ്റ്റ് എക്സ്പെഡീഷനൊക്കെ അത്യാവശ്യം സംതിങ് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മുന്നേ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ അംഗീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയോ ആരും ആയിക്കോട്ടെ, എനിക്ക് ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ അറിയില്ല. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഏത് രാഷ്ട്രീയ മത സംഘടനകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജെൻഡർ, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ നിങ്ങൾ പാവപ്പെട്ടവനോ ധനികനോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, എനിക്ക് ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ അറിയില്ല. അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക്, എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും എന്നെ പറ്റി നന്നായിട്ട് അറിയാം. ഞാൻ ആൾക്കാരെ പ്രീതിപ്പെടുത്തില്ല. ഈ പ്രീണനം എന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യം മുഖം നോക്കി ഞാൻ പറയും. അപ്പോൾ എന്നിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്വാളിഫൈഡ് ടീച്ചർ. ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ താല്പര്യത്തോടെ ചെയ്തൊരു സംഗതിയൊന്നുമല്ല. താല്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കോളേജിലൊക്കെ പോയിട്ടൊന്ന് ആ ഒരു കോളേജ് ലൈഫൊക്കെ നടിച്ചു പൊളിക്കണം, പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാലോ എന്ന് കരുതിയിട്ടു. പിന്നെ എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6, 7
8 പേര്, എൻ്റെ അച്ഛനും ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും എല്ലാം ഉൾപ്പെടെ, എൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാം ഉൾപ്പെടെ ഏകദേശം 9. പിന്നെ അമ്മയുടെ ഫാമിലിയിൽ അമ്മയുടെ ചേച്ചി, ചേട്ടൻ, അനുജത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 10-20 അടുത്ത ആൾക്കാർ അധ്യാപകരാണ്. എല്ലാവരും ഈ പറഞ്ഞ ഒരു അക്കാഡമിക് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ അതിശയപ്പെട്ട് കാണുന്ന ഒരു കാര്യം മറ്റൊരു അതിശയപ്പെട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത്രയധികം സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഈ വേടൻ ഉണ്ടല്ലോ, ഈ വേടൻ പറഞ്ഞതുപോലെ ഇത് എൻ്റെ DNA ഉള്ളതുകൊണ്ടായിരിക്കും. ഈ പറഞ്ഞ സംസാരിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാനുള്ള കഴിവും എൻ്റെ DNA ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും നല്ല അക്കാഡമിക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയുന്ന ആൾക്കാരാണ്. സോ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാകാം. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു തുറന്ന പുസ്തകം പോലെ. അത് പിന്നെ എൻ്റെ അച്ഛനും ഒക്കെ തന്നെ. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് അങ്ങനെ സമൂഹമായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ്. അങ്ങനെ ഈ ജാടയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഉള്ളത് പറയാലോ, എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴും ഈ പറഞ്ഞ ഒരു തോർത്ത് മുണ്ടുകൊടുത്ത് ഈ പശുവൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. പശു, പട്ടി, പൂച്ച ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു തോർത്ത് മുണ്ടുകൊടുത്ത് ഈ പറഞ്ഞ ആല എന്ന് പറയും, തൊഴുത്തിൽ പോയിട്ട് പശുവിനെ പരിപാലിക്കുന്നു, ചെറിയ ചെറിയ കൃഷികളൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പണം, പ്രശസ്തി, പ്രതാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ് ഇടുന്ന ഒരു സംഭവം എനിക്കില്ല. ഞാനുമായിട്ട് ഇടപെടുന്ന സമ്പർക്കത്തിലുള്ള ആൾക്കാരുമായിട്ട് വളരെ ഫ്രീ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു ഞാൻ പറയേണ്ടത് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. അത് മുഖത്തടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മുഖത്തടിച്ചിട്ട് ഞാൻ പറയും. അതായത് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രീണനം അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ എനിക്കറിയില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ എൻ്റെ ജീവിത അനുഭവങ്ങൾ, പിന്നെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഫൈൻഡിങ്സ്, ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കുന്നത്. ദ മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് മൈസെൽഫ്, അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് മോസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് മൈസെൽഫ്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിത് മനസ്സറിഞ്ഞ് എൻ്റെ താല്പര്യത്തിനൊത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്കിത് വലിയൊരു ചാനലാക്കി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് കുറേ വ്യൂവേഴ്സിനെ ഉണ്ടാക്കണം, കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണം, നാളെ TV ന്യൂസ് ചാനലിൽ വന്നിട്ട് സംസാരിക്കണം, അങ്ങനെയുള്ള ഒരു ഇന്റൻഷനും ഇല്ല. അങ്ങനെ വന്നാൽ ഞാൻ ചെയ്യുമായിരിക്കും. ബട്ട് എനിക്ക് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ആശയങ്ങൾ അത് ബോധിപ്പിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അതാണ് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ആശയങ്ങൾ, എൻ്റെ നിലപാടുകൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതാണ് എൻ്റെ പ്രയോറിറ്റി. എൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതുവരെയും എന്നെ പരിഹസിച്ച, എൻ്റെ വീഡിയോകൾ കണ്ട് പരിഹസിച്ച കുറേയൊക്കെ ഞാൻ പൊട്ടം കളിച്ചിട്ടുണ്ട്. കുറേയൊക്കെ മനഃപൂർവ്വം ഞാൻ പൊട്ടം കളിച്ചു തന്നെയാണ്. അത് ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം കുറേയൊക്കെ അപക്വമായിട്ടുള്ള രീതി, അല്ലെങ്കിൽ തീർത്തും ആൾക്കാർക്ക് പരിഹസിക്കാൻ പാകത്തിൽ അവതരണ ശൈലി ഒക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ സ്വയം താഴ്ന്ന് പൊട്ടം കളിച്ചു തന്നെയാണ്. ചുമ്മാ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാമെന്ന് വെച്ചിട്ട്. നമ്മൾ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ നമ്മൾ ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം വലിയ മഹാനടനാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അയാളൊരു നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. അല്ലെങ്കിൽ മനുഷ്യസ്നേഹി എന്നുള്ളതിനുപരി അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ മതമോ എന്തോ ആട്ടെ. ബട്ട് അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും എനിക്ക് ഒട്ടേറെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് പുള്ളിക്കാരനെ നമ്മൾ പണ്ട് എപ്പോഴും കളിയാക്കുമായിരുന്നു. അയാളുടെ വീഡിയോസ്, സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ എപ്പോഴും അയാളെ കളിയാക്കുമായിരുന്നു. ഇന്ന് ആ കളിയാക്കിയ ആൾക്കാരെ കൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്, അയാളെ പറ്റി നല്ല വാക്ക് സംസാരിപ്പിക്കുകയെന്ന്. ശരിയല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രചോദനം, നമുക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു പ്രചോദനം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പ്രചോദനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സപ്പോർട്ടേഴ്സും കുറേ ഹേറ്റേഴ്സും വേണം. ബട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ മോട്ടിവേഷണൽ സ്പീച്ചിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൊക്കെ കാണുന്ന കോട്ട്സ് ആണ്. ബട്ട് ഇത് മാത്രമല്ല, വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എതിർക്കാനും നമ്മളെ വെറുക്കാനും നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ആൾക്കാരും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിടിച്ചു കയറി വരാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എത്ര മോശമായിട്ട് പറഞ്ഞെ, എത്ര മോശമായിട്ട് എന്നെ കൊണ്ട് അത് പറ്റില്ല, ഇത് പറ്റില്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കത് ഭയങ്കര എനിക്കത് നല്ല പോസിറ്റീവ് എനർജി എനിക്ക് ഉണ്ടാക്കുന്നത്. കാരണം എനിക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്, ആ ഒരു വില്ലിങ്നെസ് ടു ഡു എനിത്തിങ്, കറേജ് ടു ഡു എനിത്തിങ്, അത് എനിക്ക് കുറച്ച് കൂടുതലാണ്. ആ ഒരു ഫയർ നമുക്ക് ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഫയർ അതെപ്പോഴും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. അതാണ്. ആൻഡ് അപ്പോൾ ഇനി നമുക്ക് വൈകാതെ അടുത്ത ദിവസങ്ങളിൽ മറ്റു നല്ല കണ്ടന്റ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഇങ്ങോട്ടേക്ക് എൻ്റെ യൂട്യൂബ് പേജിൽ കൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറഞ്ഞേക്കാം, അതേപോലെ കൂടിയേക്കാം, എനിക്കറിയില്ല. ഇപ്പം പൊതുവെ നമ്മൾ ഈ മാവിലേക്ക് തളിർക്കുക എന്ന് പറയും, കൊഴിഞ്ഞു പോക്കും പിന്നെ തളിർത്ത് പുതിയ ഇത് വരുന്നത്. അതേപോലെ തന്നെ കൊഴിഞ്ഞു പോയാലും മാത്രമേ എന്താവുള്ളൂ, അടുത്തത് പുതുതായിട്ട് തളിർത്ത് വരുള്ളൂ. അത് തന്നെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇനി അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളത് അത്ര ഒരു സുഖമായുള്ളൊരു സംഗതിയായിരിക്കില്ല. ഇപ്പം പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസാന്ദ്രത വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ എത്ര 140 കോടിയാണ്, 150 കോടി ജനങ്ങളാണ്. ജനപ്പെരുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം, ഒരു കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഇപ്പം 17 വയസ്സ് +2 ഒക്കെ കഴിഞ്ഞിട്ട് അവനൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവനൊരു അടുത്തൊരു തുടർ പഠനത്തിന് അടുത്തൊരു കോഴ്സ് ചൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഒരു BTech ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം
അവൻ 8,000 10,000 12,000 അല്ലെങ്കിൽ ചെറിയ സ്റ്റൈപ്പൻഡോട് കൂടെ ജോലി ചെയ്ത് കയറേണ്ടി വരും. ശരിയല്ലേ? അല്ല ഇന്ന് തന്നെ ഈ ബിടെക് അല്ലെങ്കിൽ വലിയ ഗ്രാജുവേറ്റ്സ് MSc MBA ഒക്കെ കഴിഞ്ഞ ആൾക്കാർ പോലും പിന്നെ ഈ പുരുഷന്മാർ പോലും ഈ നാട്ടിൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പല ജോലികളാണ് ചെയ്തു പോകുന്നത്. പിന്നെ ഈ ചെലവുകൾ അന്നന്ന് കൂടി വരും. ആരോഗ്യ മേഖലയാണെന്നുണ്ടെങ്കിൽ അതിലേറെ മോശം. കേരളത്തിന്റെ മാത്രം കാര്യമല്ല, എല്ലാം ഓവറോൾ കാര്യം ഞാൻ പറയുന്നത്. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ പഴയതുപോലെയല്ല, പക്ക ബിസിനസ്സാണ്. ഈവൻ നമ്മൾ ലോകം മുഴുവൻ എത്തി നോക്കുന്ന നമ്മളെ കേരളത്തിൽ പോലും ഇന്ന് എന്താണ് ഈ നമ്മുടെ ബ്ലാക്ക് സ്റ്റോൺ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. അറിയാം, ബ്ലാക്ക് സ്റ്റോൺ എന്നുള്ള ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും. അവർ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ലേശം 1,00,000 കോടി രൂപ എങ്ങാണ്ടാണ്. അവർ നമ്മുടെ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയെ മൊത്തം അവർ നിയന്ത്രിക്കുന്ന ഒരു നിലപാടിലേക്ക്. നമുക്ക് സ്വന്തം നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരണം, ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഈ മദ്യപാനികളുടെ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. പിന്നെ നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളെയോ ജനപ്രതിനിധികളെയോ അല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ അതിലേറെ മോശം. ഇൻ ഓൾ ആസ്പെക്ട്സ്, ഇൻ ഓൾ ടേംസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോകും. അപ്പോൾ എനിക്ക് 10 ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോയാലും നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്താലും അതെന്നെ ഒരു തരത്തിലും അലട്ടുന്നില്ല. കാരണം ഞാൻ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സംഗതി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരാളല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാനത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. ഇത് മാത്രം ചെയ്യുന്നതാണ്. അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട, നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോവാം. സിമ്പിൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റേതെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു ടോപ്പിക് ചൂസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്.